ദുബായ്ക്ക് ഉഗ്ര സ്ഫോടനം. ഖത്തറിലെ പ്രധാന വ്യവസായ നഗരമായ റാസ് ലഫാനില ഫാക്ടറിയിൽ ഞായറാഴ്ച ഉഗ്ര സ്ഫോടനം ഉണ്ടായതായി അറിയിച്ചിരിക്കുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇറാനും അമേരിക്കയും ഒരു ഭാഗത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്ഫോടന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ ഏതെങ്കിലും ആക്രമണമല്ലെന്നും സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. രാജ്യ തലസ്ഥാനമായ ദോഹയ്ക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം രാജ്യത്തെ പ്രധാന LNG സംസ്കരണ കേന്ദ്രത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള യാതൊരുവിധ വാതക ചോർച്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രാലയം വിശദീകരിക്കുന്നത്. അപകട സമയത്ത് ദോഹയിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം മധ്യേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച ഒന്നാം ഘട്ട ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ലെബനൻ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് ഇറാൻ പ്രതിനിധികൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതുമാണ് ചർച്ചകൾ പെട്ടെന്ന് നിർത്തിവെക്കാൻ കാരണമായത്. എന്നാൽ ചർച്ചകൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നും താൽക്കാലികമായി തടസ്സപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ടെഹ്റാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാന്റെ മുഖ്യ ചർച്ചക്കാരനായ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ ഏകദേശം 4 മാസത്തോളമായി തുടരുന്ന ശത്രുത അവസാനിപ്പിക്കാൻ ഒപ്പുവെച്ച താൽക്കാലിക കരാറിന് പിന്നാലെയാണ് ഈ ഉന്നതതല യോഗം ചേർന്നത്. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ അന്തിമ പരിഹാരം കാണുന്നതിനുള്ള രണ്ടാം ഘട്ട ചർച്ചകളുടെ അജണ്ട നിശ്ചയിക്കുന്നത് ഞായറാഴ്ചത്തെ ചർച്ചയുടെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും. ലബനനിലെ ദുർബലമായ വെടിനിർത്തൽ സാഹചര്യങ്ങളും പ്രധാന പ്രാദേശിക വിഷയങ്ങളിൽ വാഷിംഗ്ടണും ടെഹ്റാനും പുലർത്തുന്ന വ്യത്യസ്തമായ നിലപാടുകളുമായി ബുധനാഴ്ച പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറിന്റെ തുടർച്ചയായുള്ള ചർച്ചകളെ സങ്കീർണമാക്കിയത്. ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഖാലിബാഫ് ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് 4 കക്ഷികൾ പങ്കെടുത്ത പ്രധാന ചർച്ചയിലേക്ക് ഇറാൻ സംഘം എത്തിയത്. താൽക്കാലിക കരാർ പ്രകാരമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ വാഷിംഗ്ടൺ തയ്യാറായാൽ മാത്രമേ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകൂ എന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. 14 കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായിരിക്കും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ഇറാന്റെ നിലപാട്. എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന കരാറിലെ ആദ്യ വ്യവസ്ഥ പാലിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ലബനനിൽ ഇസ്രായേൽ സൈന്യവും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ലബനനിലെ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് ഇറാന്റെ ചർച്ചാ സംഘത്തിലെ ഒരു അംഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 80 മിനിറ്റോളം നീണ്ടുനിന്ന ഒന്നാം ഘട്ട ചർച്ചകൾ പ്രധാനമായും സംഘർഷം അവസാനിപ്പിക്കൽ, സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കൽ, മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടുനൽകൽ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുമേലുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു കരട് ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകിയിട്ടുണ്ടെന്നും അത് ഉടൻ തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്നും ഇറാൻ പ്രതിനിധികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.